സംസ്ഥാനത്ത് ഭരണമാറ്റം തുടങ്ങിയോ ജനവികാരം കരുത്താക്കി പുതുയുഗത്തിലേക്ക് നയിക്കുമോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പുതിയ സർക്കാരിന് മുന്നിൽ, അധികാരമേൽക്കുന്ന സർക്കാരിന് മുന്നിലെ സാമ്പത്തിക വെല്ലുവിളികൾ എന്തൊക്കെ, അവ നേരിടാൻ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ടുള്ള ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ ക്യാബിനറ്റിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, വാഗ്ദാനങ്ങളിൽ നിന്നൊന്നും പുറകോട്ടില്ലെന്നാണ് ആദ്യ ക്യാബിനറ്റിന്റെ ഉറപ്പ്. കീഴ്വഴക്കങ്ങൾ ഏറെ മാറേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. പറഞ്ഞ വാക്ക് പാലിച്ചു തുടങ്ങിയെങ്കിലും മുന്നിൽ സൂചിപ്പിച്ച പോലെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഏറെയാണ്. തീർച്ചയായും അമ്പിളി, മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനം തന്നെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തങ്ങൾ പ്രഖ്യാപിച്ച ആദ്യത്തെ 2 ഇന്ദിരാഗാന്ധി ഇന്ദിരാ ഗ്യാരണ്ടികളുണ്ട്. ആ 5 ഉണ്ടായിരുന്നത്. അതിൽ 2 ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനം വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നതും ഒപ്പം തന്നെയാണ് ആശാ വർക്കർമാരുടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3000 രൂപ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതും. അതിന് പിന്നാലെ തന്നെ ഈ 2 ആശ്വാസ നടപടികൾ കൂടി മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായ 2 പ്രഖ്യാപനങ്ങൾ അവർ നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ നടപ്പാക്കിയിരിക്കുന്നു എന്നതാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഭരണം മുന്നോട്ട് പോവുക എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. തുടക്കം തന്നെ തങ്ങൾ വാക്കുപാലിക്കുന്നവരാണ് എന്നൊരു വ്യക്തത ഇപ്പോൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഭരണം ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരു ദിവസമേ ആയിട്ടുള്ളൂ എങ്കിൽ തന്നെയും അത് ഏത് തരത്തിൽ നടപ്പാക്കുമെന്ന കാര്യം ഇപ്പോൾ KSRTC തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ പഠനങ്ങളുടെയൊക്കെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. എന്തുതന്നെയായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു. അവർക്ക് പറയുന്നത് ഇത് ഏത് തരത്തിൽ നടപ്പാക്കുമെന്ന് ചില ആളുകൾ പറയുമ്പോഴും സ്ത്രീകളൊക്കെയും ഇതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. തങ്ങൾക്ക് സൗജന്യ യാത്ര, അതേ സമയത്ത് തന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അടക്കം ഇതിനെ എതിർക്കുന്നുമുണ്ട്. അത്തരത്തിൽ പ്രഖ്യാപനങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തുടരുമ്പോഴും ജനകീയമായ രീതിയിൽ തന്നെയുള്ള നടപടികളുമായി ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്കറിയാം മന്ത്രിമാർക്ക് ഇനിയും വകുപ്പുകൾ നൽകിയിട്ടില്ല. വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് കൃത്യത ഇതുവരെയും വന്നിട്ടില്ല. ആ വകുപ്പുകളുടെ ഒരു വിഭജനം ഉൾപ്പെടെ ഇനിയും നടക്കേണ്ടതുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക, ഏകദേശ ധാരണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും പലരുടെയും ഇപ്പോൾ ഘടകകക്ഷികളുടെ അടക്കം മന്ത്രിമാർ ആരൊക്കെയായിരിക്കണം എന്നത് സംബന്ധിച്ച ആദ്യഘട്ടത്തിലൊരു ധാരണയുണ്ട്. എന്നാൽ പലർക്കും ടേം വ്യവസ്ഥയിലടക്കം മന്ത്രിമാർ ആകണമെന്ന നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഏത് തരത്തിലായിരിക്കും ഇനി ഈ മന്ത്രിസഭയിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്തുതന്നെയായാലും ആദ്യ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിലടക്കം ജനപ്രിയ പദ്ധതികൾ അല്ലെങ്കിൽ ജനപ്രിയമെന്ന് തോന്നിക്കുന്ന നടപടികളടക്കം സ്വീകരിച്ചുകൊണ്ട് പ്രഖ്യാപനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടാണ് VD സതീശന്റെ മന്ത്രിസഭ മുന്നോട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ശരി, ക്യാബിനറ്റ് ബ്രീഫിംഗിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും അതുതന്നെയാണ്. വാഗ്ദാനങ്ങൾ മറക്കില്ല, അത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഏറ്റെടുക്കുന്ന ദൗത്യത്തോടുള്ള അതിരില്ലാത്ത ആത്മാർത്ഥതയാണ് VD സതീശൻ എന്ന നേതാവിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളത്. ഈ സ്വഭാവ ഗുണം ഭരണാധികാരത്തിൽ അത് നാടിന് എങ്ങനെ ഗുണം ചെയ്യും, എന്തെല്ലാം മേന്മകൾ കൊണ്ടുവരും എന്നൊക്കെയാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.